അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലരും വാട്സപ്പ് മുഖേന ചോദിച്ചിട്ടുള്ള ഒരു കാര്യം വിശദീകരിക്കുക എന്ന നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡിംഗ് എന്ന ജനറൽ പേരിൽ അറിയപ്പെടുന്ന ഫോറക്സ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് എന്ന് പറയാറുള്ളത്. ഇതിന് നമ്മൾ ഐഡിയൽ ഫിൻസർവിൻ്റെ ഐഡിയൽ ഫിൻസർവിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായി ഇതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ബിസിനസ്സുകളെ അതിൻ്റെ റിസ്ക് വെച്ചുകൊണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മിഡിൽ റിസ്ക്, ലോ റിസ്ക്, മിഡിൽ റിസ്ക്, അതുപോലെ തന്നെ ഹെവി റിസ്ക്, ഹൈ റിസ്ക് എന്നിങ്ങനെ റിസ്ക് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു കാറ്റഗറൈസേഷൻ ഐഡിയൽ ഫിൻസർവ് നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന വിഭാഗത്തെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ലാഭം പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ട്രേഡിങ്ങിലൂടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന എത്രമാത്രം സാധ്യതയുണ്ടോ അത്ര തന്നെ അതിൽ നഷ്ടസാധ്യതയും ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ലാഭസാധ്യത വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ നഷ്ടത്തിൻ്റെ സാധ്യതയും വളരെ കൂടുതലാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് പണക്കാരനാകാൻ കഴിയുന്നത് പോലെ, ക്യാഷ് ഉണ്ടെങ്കിൽ അത് നിക്ഷേപിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാവാൻ കഴിയും. അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒരു പണക്കാരനെ പാപ്പരാക്കാനും കഴിയുന്ന ഒന്നാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒന്നാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് കാരണം എൻ്റെ വളരെ അടുത്ത കുറേ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ ഇപ്പോൾ തുടർച്ചയായി ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ, നമ്മൾ ട്രേഡിംഗ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ അപ്രോച്ച് ചെയ്യുന്നു ഈ കാരണം കൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പ്ലാറ്റ്ഫോമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ അല്ല. ജനറലി നമ്മൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിൻ്റെ ഭാഗമായി നമ്മളോട് ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ, അതുപോലെ നമ്മുടെ വീക്കിലി മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഒരു വിഷയം വളരെ വ്യക്തമായി സൂചിപ്പിക്കാറുണ്ട്. അതായത് ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിലും എങ്ങനെയാണ് നമുക്ക് അതിലെ ഇൻകം ജനറേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറി നിൽക്കലാണ് നല്ലത് എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഈ ട്രേഡിങ്ങിൻ്റെ ലാഭസാധ്യത, അതിൽ കൊടുത്തിട്ടുള്ള ലാഭങ്ങൾ അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്ന് തുടങ്ങിയിട്ടുള്ള ഇത് കേൾക്കുമ്പോൾ കൂടുതൽ ആളുകൾ അതിൽ പെട്ടുപോകുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറിഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു തെറ്റല്ല. അതായത് അത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾ പണം കൊടുക്കുന്നയാൾ അത് എഫിഷ്യൻ്റായി അത് മാനേജ് ചെയ്യാൻ കഴിയുന്നയാളാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രശ്നമാണെന്നല്ല പറഞ്ഞു വരുന്നത്. അതേ സമയത്ത് ട്രേഡിംഗ് എന്ന ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അതൊരു ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുള്ള സാധനമാണ് എന്ന് മനസ്സിലാക്കാതെ വെറും ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന രൂപത്തിൽ ഇപ്പോൾ വളരെയധികം മെസ്സേജുകൾ പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ കുറേയേറെ രംഗത്ത് വരികയും അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു ബിസിനസ്സും നഷ്ടത്തിൻ്റെ സാധ്യതയെ ഒഴിവാക്കിക്കൊണ്ടില്ല. അങ്ങനെ ഉള്ളത് പലിശ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതിൽ തന്നെ നഷ്ടങ്ങളുണ്ട്. കാരണം ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് ഒരു ബാങ്ക് വളരെ അധികം കോടാനക്കോടികൾ വായ്പ നൽകുകയും ആ കമ്പനി തകർന്നു പോവുകയും ചെയ്താൽ ആ ബാങ്ക് മൊത്തത്തിൽ തകർന്നു പോകുന്ന രൂപത്തിൽ നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത്തരം സംഭവങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി RBI ഒരു ബാങ്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സെക്യൂരിറ്റി എമൗണ്ട് കെട്ടിവെക്കണം എന്ന തരത്തിലുള്ള വലിയ നിയമങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ട് ഒരു പരിധി വരെ
അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ, ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ ഈ നമ്മുടെ എമൗണ്ടിനെ പൂർണ്ണമായും സുരക്ഷിതമാക്കിക്കൊണ്ട് പിന്നെ നഷ്ടത്തിന്റെ യാതൊരു സാധ്യതയും ഇല്ല എന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന, അങ്ങനെ ആണെങ്കിൽ പോലും, അങ്ങനെ പറഞ്ഞാൽ പോലും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ബാങ്ക് ഫ്രീസ് ചെയ്താൽ നമ്മുടെ ഫണ്ട് പോകും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും അതിനൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പിന്നെ പറയാനുള്ള സാധ്യതയെങ്കിലും ഉള്ളത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്കാണ്. അതല്ലാത്ത എല്ലാ ഇൻവെസ്റ്റ്മെന്റുകൾക്കും നഷ്ടത്തിന്റെ സാധ്യത സ്വാഭാവികമായും ഉണ്ട്. ഇപ്പോ പലപ്പോഴും ഈ പിന്നെ ക്രിപ്റ്റോ കറൻസികളുടെ പേരിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ, അതിന്റെ ഒന്നിന്റെയും പേര് പറയുന്നില്ലെങ്കിൽ പോലും ക്രിപ്റ്റോ കറൻസികളുടെ രാജാവായിട്ടുള്ള 2008 പിന്നെ ഒക്കെ വളരെ വ്യാപകമായി വന്നിട്ടുള്ള സാധനം, അതായത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്, അത് തുടങ്ങുന്ന സമയത്ത് വളരെ വിലക്കുറവും ഇപ്പോൾ അതിന് ലക്ഷങ്ങളാണ് വില എന്നുള്ളതുമാണ് പിന്നെ എടുത്ത് കാണിക്കപ്പെടുന്നതും അതിന്റെ പേരിലാണ് കൂടുതൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നതും. എന്നാൽ ആ ക്രിപ്റ്റോ കറൻസിയുടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ക്രിപ്റ്റോ കറൻസിയിലൂടെ, ഈ ബിറ്റ്കോയിനിലൂടെ ഇപ്പോഴും പണം നഷ്ടപ്പെടുന്ന, അതിന് എത്രയോ വാല്യൂ ഉണ്ട് എന്നിട്ട് പോലും അതിൽ പണം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ പണം നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ പിന്നെ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ പിന്നെ ബിറ്റ്കോയിൻ പോലെയുള്ള ഒരു പുതിയ പിന്നെ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സംഭവങ്ങളല്ല. ആദ്യം നമ്മൾ പിന്നെ ചിന്തിച്ചു നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വിലക്ക് കൊടുക്കാൻ കഴിയും, അത് എത്ര വിലക്ക് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് ചെയ്തു കൊടുക്കാൻ കഴിയും, ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും, അതിൻ്റെ പുറത്ത് ആവശ്യക്കാരുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മാർജിൻ ഈടാക്കാൻ പറ്റുന്ന ആ ഒരു എമൗണ്ടാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ലാഭം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടുന്ന് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്നത് എല്ലാ വിഷയത്തിലും വളരെ സിമ്പിളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നതൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏറ്റവും പുതിയ നിലവിലുള്ള കറൻസി സംവിധാനത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള പുതിയ കറൻസി സംവിധാനമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ വളരെ റെലവന്റ് ആയ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് വ്യാപകമായി ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന കറൻസിയെ ഒരു കറൻസി എന്ന രൂപത്തിലല്ല ഉപയോഗിക്കപ്പെടുന്നത്, അതൊരു ഡിജിറ്റൽ അസറ്റായാണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്താണ് അസറ്റ്, കറൻസി തമ്മിലുള്ള വ്യത്യാസം? കറൻസി എന്ന് പറയുന്നത് അത് വിനിമയ ഉപാധിയാണ്. നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി കറൻസിനെ ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെടുത്ത് 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ കടയിൽ കൊടുത്താൽ ആ 100 രൂപക്ക് തുല്യമായൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. എന്നാൽ അതുപോലെ നമ്മൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം നമുക്ക് വാങ്ങാൻ പറ്റുമോ? വളരെ വിരളമായ ചില രാജ്യങ്ങളിൽ ചില കമ്പനികൾ മാത്രം പിന്നെ അത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ സ്വീകരിച്ചുകൊണ്ട് ചില സർവീസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഏതാനും ചില ആളുകളൊക്കെ ക്രിപ്റ്റോ കറൻസിയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലാണ് നമുക്ക് കാണാൻ പറ്റും. അത് പരിഗണിച്ചുകൊണ്ട് അത് നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ആ പരിപാടി മൊത്തമായും പിന്നെ അതൊരു അനുവദനീയമല്ലാത്ത രൂപമാണെന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ലീഗലി അല്ലാത്ത കാര്യങ്ങൾ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ യൂസേജ് മാത്രമാണ് കറൻസി എന്ന നിലക്ക്, അത് വിനിമയോപാധി എന്ന നിലക്ക് അത് ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അല്ലാത്ത ഒന്ന് അസറ്റ് എന്ന നിലക്കാണ്. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ അധ്വാനത്തെ ഒരു പിന്നെ അസറ്റായി, ഒരു സ്വത്തായി, പിന്നെ ഒരു സമ്പത്തായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപാധിയായിട്ടാണ് പലപ്പോഴും ക്രിപ്റ്റോ കറൻസിയെ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം
ഒരു മൊബൈലിലെ ഒരു ഏതാനും ചില നമ്പറുകളിൽ അല്ലെങ്കിൽ ഒരു യൂസർ നെയിമും പാസ്വേഡിലുമായി നമ്മൾക്ക് ഒരാളും കട്ട് കൊണ്ടുപോകാത്ത രൂപത്തിൽ നമ്മുടെ അസറ്റിനെ സംരക്ഷിക്കാൻ കഴിയും എന്ന നിലക്കാണ് അതിനെ ഉപയോഗിക്കുന്നത്. അതിൽ ബിറ്റ് കോയിൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റു കോയിനുകളൊക്കെ ആക്കിയിട്ടോ നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് ഈ രണ്ടാവശ്യത്തിനുമായിട്ടല്ല ആളുകൾ അത് നമ്മളെ പോലെയുള്ള ട്രേഡിംഗ് എന്ന രൂപത്തിൽ അതിനെ സമീപിക്കുന്ന ആളുകൾ അതിലേക്ക് അതിനെ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അവരെന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ എമൗണ്ട് ഇട്ടിട്ട് ഞാനൊരു സംഖ്യ കൊടുത്തുകൊണ്ട് ഈ കറൻസി വാങ്ങി അതിന് വില കൂടുമ്പോൾ വിൽക്കണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. കൃത്യമായി വളരെ സിമ്പിളാണ്. വില കുറഞ്ഞ സമയത്ത് വാങ്ങി എനിക്ക് കൂടുന്ന സമയത്ത് അത് വിൽക്കാം എന്നുള്ളതാണ് കൺസെപ്റ്റ്. എന്നാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലാഭം കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ലാഭം കൂടും അതിന്റെ വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയ ഒരു സാധനം വില കൂടുമ്പോൾ വിൽക്കും. എങ്ങനെയാണ് ഇതിന്റെ വില കൂടുന്നത്? അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ അതിന്റെ സോഫ്റ്റ്വെയറുകളിലൂടെ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള അൽഗോരിതം ഉപയോഗപ്പെടുത്തി അതിന്റെ ഡിമാൻഡ് ആളുകൾ വാങ്ങുന്നുണ്ട്. കുറെ ആളുകൾ ഒരേ സമയത്ത് അത് മൊബൈലിലൂടെയും സ്മാർട്ട് ഡിവൈസുകളിലൂടെയും ഒക്കെ അത് വാങ്ങുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡിമാൻഡിന്റെ പേരിൽ അതിന് വില കൂടും. വില കൂടുന്നത് അങ്ങനെയാണ്. ഡിമാൻഡിന്റെ പേരിൽ ഇങ്ങനെ വില ഉയർന്നു വരും. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇത് ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ വില കൂടുന്നത് ഈ സോഫ്റ്റ്വെയർ, ഈ ഫങ്ഷൻസ്, ഈ അൽഗോരിതമാണ് അതിന്റെ വില കൂട്ടുന്നത്. ഡിമാൻഡിനെ അളന്ന് അതിന്റെ വില കൂട്ടുന്നത് ഈ ഫങ്ഷനാണ്. ആ ഒരു സാധനം വില കുറയുമ്പോൾ അത് വില കൂടുമ്പോൾ അത് വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ച ആളുകൾ അവർ വിൽക്കാൻ തുടങ്ങുമ്പോൾ ഈ അൽഗോരിതം അനുസരിച്ച് അതെന്ത് ചെയ്യും? അതിന്റെ വില കുറയുകയും ചെയ്യും. ശരിക്കും മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അതായത് വില കുറഞ്ഞ സമയത്ത് വാങ്ങി കൂടിയ സമയത്ത് വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് അതിൽ ഫണ്ട് നിക്ഷേപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഒരല്പം വില കൂടി എന്ന് കാണുമ്പോൾ നമ്മൾ അത് വിൽക്കുമ്പോൾ അതിന്റെ വില വീണ്ടും കുറയും. അപ്പൊ നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതില് വില കൂടില്ല എന്ന് അല്ലെങ്കിൽ ഇതിന് വില കുറയില്ല എന്ന് പറയാ? ഇതൊരു സ്റ്റേബിൾ കറൻസിയായി ഒരിക്കലും നിൽക്കൂല. സ്റ്റേബിൾ കറൻസിയായി നിൽക്കുന്നുവെങ്കിൽ അതിന് വളരെ കൃത്യമായ ഒരു അടിസ്ഥാനം ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഗോൾഡിനോടോ അല്ലെങ്കിൽ ഡോളറിനോടോ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ സ്റ്റേബിളായ ഒരു കറൻസിയുമായി അതിനെ പ്ലഡ്ജ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം, ക്രിപ്റ്റോ കറൻസിയുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ കറൻസിയായി പരിചയപ്പെടുത്തപ്പെടുന്ന ഏറ്റവും സ്റ്റേബിളായി കണ്ടുവരികയും ചെയ്യുന്ന കറൻസിയാണ് USDT എന്ന് പറയുന്നത്. ഈ USDT US ഡോളറുമായി പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ആ നിലക്കാണ് അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ സ്റ്റെബിലിറ്റി കിടക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മള് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു കാര്യം, ഈ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മറ്റ് കറൻസികൾക്ക് അങ്ങനെ ഒരു അടിസ്ഥാനപരമായ വാല്യൂ ഇല്ലാതെ പോകുമ്പോൾ അത് ഡിമാൻഡ് അനുസരിച്ച് അതിന്റെ വില ഇങ്ങനെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ പേരിൽ ഇങ്ങനെ കൂടി വന്ന വില ഈ ആളുകൾ കൂടിയ സമയത്ത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ അവരതെങ്ങനെ വിൽക്കുകയും ചെയ്യുമ്പോൾ അതങ്ങനെ കുറയും ചെയ്യും. അപ്പോൾ ഇതെന്താണ്? എപ്പോഴും ഹൈ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിൽ നഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇതിൽ തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് ഇത് വാങ്ങി സൂക്ഷിക്കുകയും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഈ കൂടിയ വിലക്ക് അത് വിൽക്കാൻ വേണ്ടി വിചാരിക്കുന്ന ആളുകൾ വിൽപ്പന സെൽ ഓർഡർ ഇതേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ആ വിൽപ്പനയുടെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായും ആ അൽഗോരിതം അതിന്റെ ഡിമാൻഡ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ വില കുറക്കുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ അതൊരു കറൻസിയുമായി പ്ലഡ്ജ് ചെയ്തിട്ടാണെങ്കിൽ ആ കറൻസി സൂക്ഷിച്ചു വെച്ച കറൻസിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതുള്ളത് എങ്കിൽ അതിന്റെ വില സ്റ്റേബിളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനോട് താഴോട്ട് അതിന്റെ വില ഒരിക്കലും പോകില്ല എന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് ഇത്തരത്തിലുള്ള വെറും ഒരു കറൻസിയെയോ അല്ലെങ്കിൽ ഒരു ഗോൾഡിനെയോ ഒന്നും ഒരു സ്റ്റേബിളായ വാല്യൂ ഉള്ള ഒരു സാധനത്തിനോടും ബന്ധപ്പെടുത്താത്ത കറൻസികൾ, അത് ഡിമാൻഡിന്റെ പേരിൽ മാത്രം വില കൂടിയത്, അതായത് ഡിമാൻഡ് പോകുമ്പോൾ അതിന് വില കുറയും ചെയ്യും. അപ്പൊ അത് വളരെ നഷ്ടസാധ്യത,
നമ്മൾ ഈ പറയുന്നത് പോലെ ലാഭസാധ്യത പോലെ തന്നെ നഷ്ടസാധ്യതയുള്ളതാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ അതിന് യഥാർത്ഥത്തിൽ അവിടെ ഇൻകം ജനറേഷൻ മെക്കാനിസം ശരിക്കില്ലല്ലോ. കാരണം എന്താണ്, ഇൻകം ജനറേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, ആ സർവീസ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് റൊട്ടി വേണമെന്ന് വിചാരിക്കുക. ഞാൻ റൊട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുന്നു. ആ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ട പണത്തേക്കാൾ ഒരു രൂപക്ക്, ഒരു റിയാലിന് ഞാൻ റൊട്ടി വാങ്ങുമ്പോൾ 50 ഹലാലക്ക് ആ റൊട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്ന്, 50 പൈസക്ക് ആ റൊട്ടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 1 രൂപക്ക് എനിക്ക് റൊട്ടി വാങ്ങുമ്പോൾ 50 പൈസയാണ് എനിക്ക് തരുമ്പോൾ 50 പൈസയാണ് അവിടുത്തെ ലാഭം. ഇങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാനുള്ള സോഴ്സ് ഇല്ലാത്ത, എല്ലാം ഡിമാൻഡിന്റെ ബേസിൽ വില കൂടിയതാണെങ്കിൽ അതുപോലെ തന്നെ കുറയുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻകം ജനറേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങി, നമ്മൾ വാങ്ങുന്നത് എന്താണ്, ആ കമ്പനിയുടെ ഇൻകം ജനറേഷൻ നടത്തുന്ന, അവിടെ ഇപ്പോൾ ഒരു കമ്പനി ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. ആ ആക്ടിവിറ്റിയിലൂടെ കാറ് വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ, കാറ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ലാഭത്തിന്റെ ഒരു ഷെയർ ആണല്ലോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എത്രയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലാവുമ്പോൾ ആ തരത്തിൽ അവിടെ സേഫാണ്. അതേസമയത്ത് ക്രിപ്റ്റോ കറൻസി നമ്മൾ വളരെ അധികം ഡേഞ്ചറസ് ആയിട്ട് തന്നെ അതിനെ മനസ്സിലാക്കണം. അവിടെ ഇത്തരത്തിലുള്ള ഒരു ഇൻകം ജനറേഷൻ സോഴ്സും ഇല്ല, അടിസ്ഥാനപരമായ ഒരു ഇൻകം ജനറേഷൻ സോഴ്സും ഇല്ലാത്ത കറൻസികൾ ആണ് ബഹുഭൂരിഭാഗം കറൻസികൾ. അപ്പോൾ അതിന് ഓരോ കറൻസിയും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഇൻകം ജനറേഷൻ സോഴ്സ് അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന ആ കറൻസിയുടെ വൈറ്റ് പേപ്പർ, അത് എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് ഉള്ളത് എന്നത് ഡൗൺലോഡ് ചെയ്യുകയും വായിക്കുകയും ഒക്കെ ചെയ്യാതെ, ആ കറൻസിയെ അതിനടിസ്ഥാനപരമായി അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയാതിരുന്നാൽ നമ്മളുടെ പണം നഷ്ടപ്പെടും തീർച്ച. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇൻകം ജനറേഷൻ പ്ലാൻ ഒന്നുമില്ലാതെ പിന്നെ അവിടെ ലാഭം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പുറത്തുള്ള കുറേ ആളുകൾ ലാഭം കിട്ടുമ്പോൾ വില കൂടുമ്പോൾ വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ആളുകൾ അത് വിൽക്കുകയാണ്. അവർ വിൽക്കുന്ന സമയത്ത് അത് ഒരു വിഭാഗം ആളുകൾ വാങ്ങി ഇങ്ങനെ വില ഉണ്ടായതാണ്. ആ വില ഇപ്പുറത്തെ ഒരാളുകൾ ഇങ്ങനെ വിൽക്കുന്നതോട് കൂടെ ഇവിടുത്തെ ആളുകളിലേക്ക് ഇവര് വാങ്ങിയ ആളുകളുടെ പണം വിൽക്കുന്ന ആളുകൾക്ക് അത് ലാഭമായിട്ട് ഇങ്ങനെ കിട്ടുകയും പിന്നെ അതോടുകൂടെ ആ പ്രോഡക്റ്റിന്റെ വില, അതായത് ഈ ഡിജിറ്റൽ അസറ്റിന്റെ വില ഇങ്ങനെ കുറയുകയും ചെയ്യും. അതോടുകൂടെ ഇപ്പുറത്തെ ആളുടെ പണം ഇപ്പുറത്തെ ആളുകളിലേക്ക് വളരെ സേഫായി ലീഗലായി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു എന്നതല്ലാത്ത, അതായത് ഒരു വിഭാഗം ആളുകളുടെ ബൈ ചെയ്ത ഒരു വിഭാഗം ആളുകളുടെ പണം സെല്ല് ചെയ്ത മറ്റൊരു വിഭാഗം ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നതല്ലാത്ത ഒരു ഇൻകം ജനറേഷൻ അവിടെ നടന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ എയുടെ കീശയിലെ പണം ബിയുടെ കീശയിലേക്ക് ലീഗലി എത്തിക്കുകയാണ് ട്രേഡിംഗിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബയ്യേഴ്സും അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഇട്ടിട്ട് കളിക്കുന്ന ആളുകൾക്ക് ഇതിലെ ഈ മെക്കാനിസം വളരെ തന്ത്രപരമായി അതിൽ കൃത്രിമമായി ട്രെൻഡ് വില കൂട്ടാനും കുറക്കാനും ഒക്കെ കഴിയും. കാരണം അതിനു മാത്രം വലിയ എമൗണ്ട് കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വില കൂടുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരുപാട് ആളുകൾ അത് വീണ്ടും വാങ്ങും. അപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ്, വാങ്ങുന്ന ആളുകളുടെ ട്രെൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ വലിയൊരു എമൗണ്ട് കൊണ്ട് വാങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും, ഇത് മാക്സിമം അവർക്ക് ഒരു വില എത്തിക്കഴിഞ്ഞു എന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വില എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ അവർ ഒന്നിച്ച് അതാണ് സെല്ല് ചെയ്യുകയും ചെയ്യും. അത് സെല്ല് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ വില പറ്റെ താഴുകയും ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സാധാരണക്കാരായ ആ ട്രെൻഡ് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ പണം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സിൻ്റെ കയ്യിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് സെല്ലേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സിൻ്റെ കയ്യിൽ എത്തുകയും ചെയ്യും.
ഇവിടെ ഇത്തരത്തിലുള്ളത് നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ചാർട്ടിനെ കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഹ്യൂജ് എമൗണ്ട് ഇട്ട് കളിക്കാൻ കഴിയുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ഒക്കെ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ വലിയ അബദ്ധത്തിലേക്കാണ് ചെന്ന് ചാടുക. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് കേൾക്കുമ്പോഴേക്ക് പുതിയ ഇനി വരാൻ പോകുന്ന കാലത്തിന്റെ കറൻസി എന്ന നിലക്ക് അതിന് വലിയ സാധ്യതകളുണ്ട് എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് എടുത്തു ചാടുന്ന ആളുകൾ, നിങ്ങൾ ലോങ് ടൈമിന് നിങ്ങളുടെ ഒരു അസറ്റായി സൂക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ആ കറൻസിയെ വിനിമയോപാധിയാക്കാൻ പറ്റുന്ന കാലം വന്നിട്ടില്ല എന്ന തിരിച്ചറിവില്ലാതെയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന കറൻസിയുടെ അതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അതിൻ്റെ ഇൻകം ജനറേഷൻ, ഇപ്പോൾ ഒരു ടെസ്ല പോലത്തെ ഒരു കമ്പനിയാണ് ഒരു കറൻസി അവതരിപ്പിക്കുന്നതെങ്കിൽ ആ കറൻസിക്ക് ആ കമ്പനിയുടെ ഷെയറാണ് അതിലെ ഇൻകം ജനറേഷന് വേണ്ടിയിട്ടുള്ള സോഴ്സ് എങ്കിൽ അത്തരത്തിലൊക്കെ ഉള്ള കറൻസി, അങ്ങനെ ടെസ്ല ഒരു ക്രിപ്റ്റോ കറൻസിയും ഇറക്കിയതായിട്ട് എനിക്കറിവില്ല, എനിക്കറിയാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾ ഒക്കെ ചില കമ്പനികളൊക്കെ അതുപോലെ കറൻസികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള കറൻസികളൊക്കെ ആണെങ്കിൽ വളരെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓക്കെയാണ്, സേഫാണ്. അതല്ലാത്ത തരത്തിലുള്ള കറൻസികൾ നമ്മുടെ രൂപത്തിൽ കൂണുപോലെ നമ്മുടെ നാടുകളിൽ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യം വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.